ലോകം വളരെ വേഗത്തിൽ വളരുകയാണ്. ശാസ്ത്രം ഓരോ ദിവസവും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് നമ്മളെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം യൂട്യൂബ്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങി സകലമാന സോഫ്റ്റ്വെയർ ടെക്നോളജിയും നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇതിനെല്ലാം അപ്പുറം 8-ാം നൂറ്റാണ്ടിൽ ബാഗ്ദാദിൽ ജനിച്ച ഒരു ഇസ്ലാമിക ശാസ്ത്രജ്ഞന്റെ ബുദ്ധിയാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പരിചയപ്പെടാം ആ മഹാനായ ശാസ്ത്രജ്ഞനെ. ഇസ്ലാമിക് സയൻസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇസ്ലാമിക സുവർണ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. മുഹമ്മദ് ബിൻ മുസ അൽ ഖരിസ്മി അഥവാ അൽജിബ്രയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അൽ ഖരിസ്മി. 8-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാൻ ഭാഗമായ ക്വാരിസ് എന്ന പ്രദേശത്താണ് അൽ ഖ്വരസ്മി ജനിച്ചത്. പുരാതന കാലം തൊട്ടേ ശാസ്ത്രം, ഗണിതം, പ്രത്യേകിച്ച് ജ്യോതിശാസ്ത്രത്തിൽ ദീർഘമായ ചരിത്രമുള്ള പ്രദേശമായിരുന്നു ക്വരിസ്. അൽ ഖ്വരിസ്മിയുടെ ബാല്യകാലം ചരിത്രങ്ങളിൽ വിശദമായി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന കുടുംബത്തിൽ നിന്ന് വന്നതാണെന്ന് പറയപ്പെടുന്നു. ഇത് അദ്ദേഹത്തിന്റെ ശാസ്ത്ര പഠനത്തിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ സഹായിച്ചു. ഇസ്ലാമിക സുവർണ കാലഘട്ടത്തിൽ ബാഗ്ദാദ് എന്ന പ്രദേശം ശാസ്ത്രജ്ഞന്മാരും തത്വചിന്തകരും വാനനിരീക്ഷകരും പലതരത്തിലുള്ള അറിവും വൈജ്ഞാനവും ഉള്ള ആളുകൾ കൊണ്ട് സമ്പന്നമായിരുന്നു. അൽ ഖ്വരിസ്മി അവിടെയുള്ള അബ്സീദ് ഖാലിഫയുടെ ദി ഹൗസ് ഓഫ് വിസ്ഡം എന്ന സ്ഥാപനത്തിൽ പഠനത്തിനായി ചേർന്ന്. ആ കാലഘട്ടത്തിൽ അത് ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് പോലെയുള്ള സ്ഥാപനമായിരുന്നു. പല ശാസ്ത്ര പണ്ഡിതന്മാരും വിവർത്തകരും പ്രഭാഷകരും ഒത്തുകൂടുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ദി ഹൗസ് ഓഫ് വിസ്ഡം. അവിടെ വെച്ചാണ് അൽ ഖ്വരിസ്മി ഗ്രീക്ക്, ഇന്ത്യൻ, പേർഷ്യൻ ഗണിത ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്യുന്നത്. ഈ പ്രക്രിയ മറ്റു പലർക്കും സഹായകമായി എന്ന് മാത്രമല്ല അതിനെ അടിസ്ഥാനപ്പെടുത്തി പുതിയ ശാസ്ത്ര ആശയങ്ങൾ വികസിപ്പിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. അൽ ഖ്വരിസ്മിയുടെ വളരെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് കിതാബ് അൽ മുഖ്തസർ ഫി ഹിസബ് അൽ ജബർ വൽ മുഖാബല അഥവാ കമ്പൻഡിസ് ബുക്ക് ഓൺ കൽക്കുലേഷൻ ബൈ കംപ്ലീഷൻ ആൻഡ് ബാലൻസിംഗ്. അൾജീബ്രയുടെ അടിസ്ഥാന ഗ്രന്ഥമായാണ് ഈ പുസ്തകത്തെ ശാസ്ത്രലോകം വിശേഷിപ്പിക്കുന്നത്. രേഖീയവും ചതുരവാക്യ അഥവാ സ്ക്വയർ റൂട്ട്സ് സംവിധാനപരമായി പരിഹരിക്കുന്ന രീതികളെ ഈ കൃതിയിൽ അദ്ദേഹം പരിചയപ്പെടുത്തി. ഈ ഗ്രന്ഥത്തിൽ സമവാക്യങ്ങൾ ജ്യാമിതീയ രൂപങ്ങളായും അരിത്മീറ്റിക് രീതികളിൽ പരിഹരിക്കുന്ന പ്രക്രിയ അവതരിപ്പിച്ചു. അൾജീബ്ര എന്ന വാക്ക് മുൻപ് പറഞ്ഞ ഗ്രന്ഥത്തിന്റെ ശീർഷകത്തിലെ അൽ ജബ്ബാർ എന്ന വാക്കിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. യൂറോപ്യൻ ഗണിതജ്ഞർ ഈ രീതി സ്വീകരിക്കുകയും പിന്നീട് ഇത് വികസിപ്പിച്ചു അൾജിബ്ര ഒരു പ്രത്യേക പഠനശാഖയാക്കി മാറ്റുകയും ചെയ്തു. അൾജീബ്രയിലെ അദ്ദേഹത്തിന്റെ സമീപനം മധ്യകാല യൂറോപ്യൻ ഗണിത പഠനങ്ങളുടെ അടിസ്ഥാനമായി കാണുകയും ചെയ്തു. അൾജീബ്ര പുറമെ അക്ഷരശ്രീയത്തിൽ അതായത് അരിത്മെറ്റിക് ഇന്റർപ്രിറ്റേഷൻസിലും അൽഖരിസ്മിയുടെ സംഭാവനകൾ വളരെ വലുതായിരുന്നു. അൽ ഖരിസ്മി അറബിക് നമ്പറുകളായി 0 മുതൽ 9 വരെ ഇസ്ലാമിക ലോകത്തെന്നു പരിചയപ്പെടുത്തി. ഈ അക്കങ്ങൾ ഇന്ത്യൻ സംഖ്യാനുസരണങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചവാണ്. എന്നിരുന്നാലും ആഗോളപരമായി റോമൻ ന്യൂമറൽസ് ഉപയോഗിച്ചു വന്നിരുന്നത്. പിന്നീട് അൽ ഖരിസ്മിയുടെ അറബിക് അക്കങ്ങൾ റോമൻ ന്യൂമറൽസിന് പകരം വെക്കുകയും ചെയ്തു. ഹിന്ദു അറബിക് സംഖ്യാവസ്ഥ അദ്ദേഹത്തിന്റെ ദി കമ്പൻഡിസ് ബുക്ക് ഓഫ് കൽക്കുലേഷൻസിലൂടെ പ്രചരിപ്പിക്കുകയും അത് വളരെ പെട്ടെന്ന് തന്നെ യൂറോപ്പിലേക്ക് പടർന്നു പിടിക്കുകയും ചെയ്തു. രോമാസംഖ്യ വ്യവസ്ഥ പകരം ഡെസിമൽ പൊസിഷനിംഗ് സംഖ്യാവ്യവസ്ഥ പ്രചാരത്തിലാക്കി. ലളിതമായ കണക്കുകൂട്ടലുകളിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗും പോലെയുള്ള ആധുനിക ഡാറ്റ വിശകലനങ്ങളിൽ വരെ ഈ സംഖ്യാവ്യവസ്ഥ ഉപയോഗിച്ചു വരുന്നു. അൽ ഖരിസ്മി സംഭാവന നൽകിയ മറ്റു മേഖലകളാണ് ഭൂമിശാസ്ത്രവും ജ്യോതിശാസ്ത്രവും. ഖരിസ്മിയുടെ കിതാബ് സൂറത്ത് അൽ അർത്ത് അഥവാ ദി ബുക്ക് ഓഫ് ദി ഷേപ്പ് ഓഫ് എർത്ത് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ടോളമിയസിന്റെ ഭൂമിശാസ്ത്രപരമായ തെറ്റുകൾ തിരുത്തുകയും ലോകത്തിന് കൃത്യമായ ചിത്രീകരണം നൽകുകയും ചെയ്തു. വളരെ ഡിറ്റെയിലായി വിവിധ നഗരങ്ങളെയും ഭൂമിശാസ്ത്ര സമാനങ്ങളുടെയും കോർഡിനേറ്റുകൾ ഉൾപ്പെടുത്തിയ ഈ ഗ്രന്ഥം കാർട്ടോഗ്രഫിയിൽ അദ്ദേഹം സ്വീകരിച്ച മനോഹര സമീപനത്തിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ്. ഇന്ന് വിമാനങ്ങളും കപ്പലുകളും സാറ്റലൈറ്റ് പോലും കോർഡിനേറ്റ്സിന്റെ സഹായത്തോടെയാണ് യാത്ര ചെയ്യുന്നത് എന്നുകൂടി ഓർക്കണം. രണ്ടാമത് ജ്യോതിശാസ്ത്രത്തിൽ ഖരിസ്മിയുടെ സിജ് അൽ ഹിന്ദ് എന്ന ഗ്രന്ഥം ഗ്രീക്ക് ഇന്ത്യൻ അറിവുകൾ ഉൾപ്പെടുത്തിയ ഒരു ജ്യോതിശാസ്ത്ര പട്ടിക ആയിരുന്നു. ഈ ഗ്രന്ഥം പിന്നീട് യൂറോപ്യൻ ശാസ്ത്രചിന്തകളെ പോലും സ്വാധീനിച്ചു. സ്പേസ് എക്സ്പ്ലോറേഷൻ, സാറ്റലൈറ്റ് നാവിഗേഷൻ സംവിധാനങ്ങൾക്കും ഇദ്ദേഹത്തിന്റെ വർക്കുകൾ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്.
അൽഗോരിതം എന്ന വാക്ക് ഉരുത്തിരിഞ്ഞു വന്നത് അൽ കരിസ്മിയുടെ ലാറ്റിൻ ട്രാൻസ്ലേഷനിൽ നിന്നാണ്. കണക്കുകൾ, പ്രശ്നപരിഹാരത്തിനുമുള്ള അദ്ദേഹത്തിന്റെ രീതികൾ അൽഗോരിതമായി വികസിക്കുകയും ആധുനിക കമ്പ്യൂട്ടർ ടെക്നിക്കിനു അടിത്തറ ആകുകയും ചെയ്തു. ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നതും പ്രവർത്തിക്കുന്നതും അൽഗോരിതമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്റർനെറ്റ് സെർച്ചിങ്, ഡാറ്റ എൻക്രിപ്ഷൻ, സാറ്റലൈറ്റ് നാവിഗേഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, യൂട്യൂബ്, ടിക്ടോക്ക്, ഫേസ്ബുക്ക്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, ക്രിപ്റ്റോകറൻസി, സ്റ്റോക്ക് മാർക്കറ്റ് തുടങ്ങി സോഫ്റ്റ്വെയറായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭൂരിഭാഗം കാര്യങ്ങളിൽ ഇന്ന് നിയന്ത്രിക്കുന്നത് അൽഗോരിതമാണ്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ അൽഗോരിതം ഒരു മുഖ്യ പഠനശാഖ കൂടിയാണ്. ഓൺലൈൻ ബാങ്കിംഗ്, വീഡിയോ കോളിംഗ്, ഇമേജ് റെക്കോഗ്നിഷൻ അതായത് ഫോട്ടോ കണ്ട് തിരിച്ചറിയുന്ന ടെക്നോളജി, ചാരസംഘടനകളായ മൊസാദും CIA പോലെയുള്ള രഹസ്യ സ്ഥാപനങ്ങൾ ഇന്നും നിലവിൽ ഉപയോഗിക്കുന്നത് ഈ സാങ്കേതികവിദ്യയാണ്. കൂടാതെ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ, ഡ്രോണുകൾ, കാൻസർ കണ്ടുപിടിക്കുന്നതിനു വേണ്ടി പ്രത്യേകമായുള്ള MRI സ്കാനേഴ്സ്, എക്സ്റേ പോലും ആൽഗോരിതം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു. ചുരുക്കി പറഞ്ഞാല് അൽ കരിസ്മി എന്ന ഇസ്ലാമിക ശാസ്ത്രജ്ഞൻ ഇട്ട അടിത്തറയിലാണ് ഇന്ന് ലോകം പ്രവർത്തിക്കുന്നത് എന്ന് പറയേണ്ടിവരും. 12ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിന്റെ കൃതികളും ഗ്രന്ഥങ്ങളും ലാറ്റിൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുകയും യൂറോപ്പിലെ പല യൂണിവേഴ്സിറ്റികളിൽ ഇന്നും മാനദണ്ഡ ഗ്രന്ഥങ്ങളായി കണക്കാക്കപ്പെടുകയും ചെയ്തുവരുന്നു. ഇതോടൊപ്പം വ്യത്യസ്ത ശാഖകളിൽ ചിതറിക്കിടന്ന അറിവുകളെ ഏകോപിപ്പിച്ച് മാനവവിജ്ഞാനത്തെ പുരോഗമിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവൃത്തികൾ തുടങ്ങിവെക്കുകയും ശാസ്ത്രലോകത്തിന് ഇദ്ദേഹം വലിയ ഒരു മാതൃക ആകുകയും ചെയ്തു. ഇന്നും ഇദ്ദേഹത്തിന്റെ പേരിൽ പല റിസർച്ച് സെന്ററുകളും യൂണിവേഴ്സിറ്റികളും സ്കൂളുകളും ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇസ്ലാം ശാസ്ത്രത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന ആണ് അൽഗോരിതം. Lift off. Let's make sure.